ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ ജിമെയിൽ ഉണ്ട് അല്ലേ? നിങ്ങൾ ജിമെയിൽ മെയിൽ അയക്കാനും വായിക്കാനും മാത്രമായി ഉപയോഗിക്കുന്നു എന്ന് കരുതുന്നുണ്ടോ? എന്നാൽ ആ ധാരണ തെറ്റാണ്. ജിമെയിൽ നിങ്ങളെ അതിലധികം ഉപയോഗിക്കുന്നുണ്ട്. ജിമെയിൽ നിങ്ങളെ അനലൈസ് ചെയ്യുന്നു. നിങ്ങൾ അയക്കുന്ന മെയിൽ, നിങ്ങൾക്ക് വരുന്ന മെയിൽ, അതിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്ത് മറ്റു ഗൂഗിൾ സർവീസ് ആപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണോ? എങ്കിൽ ഞാൻ ഉദാഹരണ സഹിതം തന്നെ പറയാം. നിങ്ങൾ ഒരു ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിൽ വരുന്ന മെയിൽ ജിമെയിൽ അനലൈസ് ചെയ്ത് കലണ്ടറിൽ തന്നെ ഡേറ്റ് ഔട്ടോ ആയി കാണിക്കും. ഇനി നിങ്ങൾ ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്താൽ അടുത്ത ദിവസം ജിമെയിലിൽ അതുമായി ബന്ധപ്പെട്ട ഓഫർ മെയിൽ നിങ്ങൾക്ക് വരാറില്ലേ? അത് യാദൃശ്ചികമായിട്ട് വരുന്നതല്ല, അത് നിങ്ങളെ അനലൈസ് ചെയ്തതിന്റെ റിസൾട്ട് ആണ്. നിങ്ങൾ എന്തെങ്കിലും പാർസൽ ഓർഡർ ചെയ്താൽ ട്രാക്കിംഗ് മെയിലായിട്ട് വരും. ജിമെയിൽ അത് അനലൈസ് ചെയ്ത് ട്രാക്ക് പേജ് എന്ന ബട്ടൺ തന്നെ കാണിക്കും. ബാങ്ക് OTP വന്നാൽ പോലും ജിമെയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യും. പിന്നെ ഇതിൽ ഏറ്റവും ഡേഞ്ചറായ കാര്യം എന്ന് പറയുന്നത്, ഒരു ഫേക്ക് ബാങ്ക് ലിങ്ക് വരികയും അത് നമ്മൾ ജിമെയിൽ തന്നെ ഓപ്പൺ ചെയ്യുകയും ചെയ്താൽ നമ്മൾക്ക് സാധാരണ ബ്രൗസറിൽ കിട്ടുന്ന സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഇവിടെ കിട്ടില്ല. അതായത് ബ്രൗസർ ചെക്ക് ചെയ്യുന്നത് പോലെ ഇവിടെ പരിശോധിക്കില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം. അതും നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് വെച്ച സെറ്റിംഗ്സ് വഴിയാണ്. ആ ഇമ്പോർട്ടന്റ് സെറ്റിംഗ്സുകൾ ഏതൊക്കെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സെറ്റിംഗ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ കാണാം. നിങ്ങൾ മൊബൈൽ എടുത്ത് നേരെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്ന് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒന്നിലധികം ഇമെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നിലും ഈ സെറ്റിംഗ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ എൻ്റെ ഇമെയിൽ ID ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്മാർട്ട് ഫീച്ചേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് ഓൺ ആണെങ്കിൽ നിങ്ങളുടെ മെയിൽ അനലൈസ് ചെയ്യപ്പെടും. ടിക്കറ്റ് ഡീറ്റെയിൽസ്, ഷോപ്പിംഗ് റെസിപ്റ്റ്, ബുക്കിംഗ് ഇൻഫോ എല്ലാം ഇത് വായിക്കും. അതുകൊണ്ടാണ് കലണ്ടറിൽ ഔട്ടോ എൻട്രി വരുന്നത്. ഇത് ഒരു സൗകര്യമാണ്, പക്ഷേ പ്രൈവസി 0 ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടുന്ന് ഓഫ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ സെറ്റിംഗ്സ് നോക്കാം. അതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ വർക്ക് സ്പേസ് സ്മാർട്ട് ഫീച്ചേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് മെയിൻലി ഓഫീസ് അക്കൗണ്ട്സിനുള്ളതാണ്. പേഴ്സണൽ യൂസർ ആയ നിങ്ങൾക്ക് ഒരു ഉപയോഗവുമില്ല. പക്ഷേ ഇത് ഓൺ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സിംഗ് നടക്കും, ബാറ്ററി ഡ്രെയിൻ ആവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടുന്ന് ഓഫ് ചെയ്യുന്നു. ശേഷം ബാക്ക് പോവുക. ഇനി കുറച്ച് താഴെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സെൻഡ് മോർ ഡയഗ്നോസ്റ്റിക് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് ഓൺ ആണെങ്കിൽ ആപ്പ് യൂസേജ്, എറേഴ്സ്, പെർഫോമൻസ് ഡീറ്റെയിൽസ് എല്ലാം ഗൂഗിൾ സർവറിലേക്ക് അയക്കും. ആപ്പ് ഇംപ്രൂവ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ ഇന്റർനെറ്റ് ഇത് യൂസ് ചെയ്യുകയും ചെയ്യും, നമ്മളുടെ ബാറ്ററി യൂസ് ചെയ്യുകയും ചെയ്യും. നമ്മൾക്ക് ഒരിക്കലും അത്യാവശ്യമുള്ള ഒരു സെറ്റിംഗ്സ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് ഇവിടുന്ന് ഓഫ് ചെയ്യാം. ഇതിന് ശേഷം ഞാൻ 2 സെറ്റിംഗ്സ് ആണ് പറയാൻ പോകുന്നത്. അത് രണ്ടും ഡേഞ്ചർ ആയ സെറ്റിംഗ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഇവിടെ നിന്നും സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡൗൺലോഡ് അറ്റാച്ച്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് ഓൺ ആണെങ്കിൽ മെയിലിൽ വരുന്ന ഫോട്ടോസ്, PDF, ബില്ല്, ഡോക്യുമെന്റ് എല്ലാം ഓട്ടോമാറ്റിക്കലായി ഡൗൺലോഡ് ചെയ്യും. ഇനി സ്പാം മെയിൽ വന്നാൽ പോലും ഇത് ഡൗൺലോഡ് ചെയ്യും. കൂടാതെ ഇത് സ്റ്റോറേജ് നിറക്കും, ഡാറ്റ ഉപയോഗിക്കുകയും ചെയ്യും. ഇനി ഇത് ഓഫ് ചെയ്താൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഡൗൺലോഡ് ആവുകയുള്ളൂ. ഇതാണ് സേഫ് മെത്തേഡ്. അതിനാൽ നമ്മൾ ഇത് ഇവിടെ നിന്ന് ഓഫ് ചെയ്യുന്നു. ഇനി അടുത്ത സെറ്റിംഗ്സ് ആണ് ഏറ്റവും വലിയ അപകടകാരി. അതിനായി നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് പോയതിനു ശേഷം മുകളിൽ ജനറൽ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴെ പോയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓപ്പൺ വെബ് ലിങ്ക് ഇൻ ജിമെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് മിക്കവരുടെയും മൊബൈൽ ഡിഫോൾട്ടായി ഓൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് ഓൺ ആണെങ്കിൽ മെയിലിൽ വരുന്ന ലിങ്ക് ബ്രൗസറിൽ അല്ല ഓപ്പൺ ചെയ്യുന്നത്, ജിമെയിലിൽ തന്നെ അത് ഓപ്പൺ ചെയ്യും. അതുകൊണ്ടുള്ള ദോഷം, ബ്രൗസറിലാണെങ്കിൽ സെക്യൂരിറ്റി ലെയർ ഉണ്ടാകും, ഫിഷിംഗ് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും, മാൽവെയർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ ജിമെയിലിൽ ഈ സെറ്റിംഗ്സ് ഓപ്പൺ ആണെങ്കിൽ ഏതെങ്കിലും സ്പാം ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. ഇനി ഫേക്ക് ബാങ്ക് സൈറ്റ് ആയാൽ പോലും അത് റിയൽ പോലെ തോന്നും. ഇതാണ് ജിമെയിലിലെ സ്കാമിന്റെ മെയിൻ എൻട്രി പോയിന്റ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇത് ഓഫ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ഓഫ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ജിമെയിലെ 5 സെറ്റിംഗ്സുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഈ സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ജിമെയിൽ സിമ്പിൾ മെയിൽ ആപ്പ് മാത്രമായി മാറി. നോ അൺനെസസറി അനാലിസിംഗ്, നോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ സെൻഡിങ്, നോ ഔട്ടോ ഡൗൺലോഡിംഗ്, നോ റിസ്ക് ലിങ്ക് ഓപ്പണിംഗ്, ബാറ്ററി സേവിംഗ്, ഡാറ്റ സേവ്, പ്രൈവസി സേഫ്. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ പ്രൈവസി കൂടി നമുക്ക് സംരക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.